നമസ്കാരം. ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾക്കൊക്കെ തന്നെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് പവർ കട്ടിൻ്റെ സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ വൈദ്യുതി ഉണ്ടാകില്ല എന്നുള്ളത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സാധാരണ ഒന്നുകിൽ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് പോകും. പക്ഷേ ഹൈബ്രിഡ് സിസ്റ്റം വളരെ എക്സ്പെൻസീവാണ്. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു നോർമൽ ഇൻവെർട്ടർ വീട്ടിലേക്ക് വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ റിമോട്ടായിട്ടുള്ള ഏരിയയിലൊക്കെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചെറിയ ബില്ലൊക്കെ വരുന്ന വൈദ്യുതി ബില്ല് ഏതാണ്ട് ഒരു 500 അല്ലെങ്കിൽ 1000 താഴെയൊക്കെ വരുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ വൈദ്യുതി ഇല്ലാത്ത സമയങ്ങളിൽ, പവർ കട്ടിൻ്റെ സമയങ്ങളിൽ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പം നമ്മളൊരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പവർ കട്ടിൻ്റെ സമയങ്ങളിൽ എത്ര ലോഡ് അതിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്കൊരു രാത്രി കാലങ്ങളിൽ ഉള്ള നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു 1 കിലോ വാട്ട് അല്ലെങ്കിൽ 2 കിലോ വാട്ടിൻ്റെയൊക്കെ ഒരു ഇൻവെർട്ടർ വെക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് ആ ഒരു സിസ്റ്റം വെച്ച് എത്ര മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ പറ്റും, എത്ര വാട്ട്സ് നമുക്ക് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേഷൻ ത്രൂ ആണ് നമുക്കിത് കണ്ടെത്താൻ വേണ്ടി കഴിയുക. ഉദാഹരണത്തിന് നമ്മുടെ ഒരു 500 വാട്ട് ലോഡ്, നമ്മുടെ ഹൗസ് ലോഡ് എന്ന് പറയുന്നത് ഒരു 500 വാട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ 500 വാട്ടിൽ ഏതാണ്ട് ഒരു 10 വാട്ടിൻ്റെ 10 ബൾബും 100 വാട്ടിൻ്റെ ഒരു 4 ഫാനും നമുക്ക് ഒരു രാത്രിയിലേക്ക് ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം പ്രവർത്തിപ്പിക്കണമെന്ന് വിചാരിക്കാം. നമ്മുടെ 500 വാട്ട്സ് ഏതാണ്ട് ഒരു 6 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി എത്ര കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ് നമുക്ക് അവിടെ വേണ്ടത്. ഈ ഇൻവെർട്ടർ നമുക്ക് ഈ 6 മണിക്കൂർ പ്രവർത്തിക്കണമെങ്കിൽ എത്ര AHൻ്റെ ബാറ്ററി അവിടെ വേണം? അത് 12 വോൾട്ട് സിസ്റ്റം ഉണ്ട്, 24 വോൾട്ട് സിസ്റ്റം ഉണ്ട്. ആ 2 സിസ്റ്റത്തിൻ്റെ കാൽക്കുലേഷൻ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സിസ്റ്റം നമ്മൾ സോളാറിൽ നിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര PV മൊഡ്യൂൾ നമ്മളവിടെ മാക്സിമം കണക്ട് ചെയ്യണം, കൂടാതെ അതിന് വേണ്ടുന്ന MPPT ഉണ്ട്, ആംബിയർ എത്ര. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ത്രൂ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എനർജി ലോസ് ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 500 വാട്ടിൻ്റെ ഹോം ലോഡ്, അതായത് ഒരു 500 വാട്ട് ലോഡ് നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രവർത്തിപ്പിക്കാൻ ഏതാണ്ട് ഒരു 6 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഡിസൈനാണ്. അതിന് നമുക്ക് എത്ര ബാറ്ററി വേണം, ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി എത്രയായിരിക്കണം, അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ബാറ്ററി കപ്പാസിറ്റി എത്ര AHൻ്റെ ബാറ്ററിയാണ് ആ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, മൂന്നാമതായിട്ട് ആ ബാറ്ററി നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാനും ലൈവായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര PV മൊഡ്യൂൾ, അതായത് നമ്മുടെ സോളാർ പാനലുകൾ എത്ര എണ്ണം വേണം, അതിൻ്റെ എത്ര വാട്ട്സിൻ്റെ പാനൽ വേണം, അതേപോലെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ആ സോളാർ പാനൽ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് MPPT വേണം, ചാർജ് കൺട്രോളർ. അപ്പം ആ ചാർജ് കൺട്രോളർ എത്ര ആംബിയറിൻ്റെതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബാറ്ററി കപ്പാസിറ്റി, ഇൻവെർട്ടർ കപ്പാസിറ്റി അറിയണം, അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി അറിയണം, എത്ര AH ആണ്, അതുപോലെ PV മൊഡ്യൂളിൻ്റെ കപ്പാസിറ്റി, MPPT ചാർജ് കൺട്രോളർ എത്ര ആംബിയറിൻ്റെ വേണം. ഇത് നമ്മളൊരു 12 വോൾട്ട് സിസ്റ്റത്തിലും അതേപോലെ തന്നെ 24 വോൾട്ട് സിസ്റ്റത്തിലും അതിനെത്ര വേണം എന്നുള്ള കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്പും 4 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷൻസ് അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും നമ്മളത് കൃത്യമായിട്ട് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും, കാരണം ഓരോ കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് വെക്കുന്നത് പിന്നീട് നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് ഇൻവെർട്ടർ കപ്പാസിറ്റി. അത് നമ്മൾ ആദ്യം 12 വോൾട്ട് സിസ്റ്റത്തിൽ, അതായത് 12 വോൾട്ട് ബാറ്ററി സിസ്റ്റത്തിലാണ് നോക്കുന്നത്. എത്ര കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ വേണം, അല്ലെങ്കിൽ എത്ര വാട്ട്സിൻ്റെ ഇൻവെർട്ടർ വേണം. അപ്പോൾ അതിൻ്റെ നമുക്ക് വേണ്ടുന്ന ഒരു ഇക്വേഷനാണ് P = V × I. അപ്പോൾ അതിൽ P എന്ന് പറഞ്ഞാൽ എന്താണ്? P എന്ന് പറഞ്ഞാൽ വാട്ട്സ് ആണ്, അതായത് നമ്മുടെ ഹൗസ് ലോഡ്. അത് നമ്മൾ 500 വാട്ട്സിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. നമുക്ക് ഉപയോഗിക്കേണ്ടത് 500 വാട്ട്സ് 6 മണിക്കൂർ ഉപയോഗിക്കണം. അപ്പോൾ ആ 500 വാട്ട്സ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതേപോലെ V എന്ന് പറഞ്ഞാൽ ബാറ്ററീൻ്റെ വോൾട്ടാണ്. നമ്മളിവിടെ 12 വോൾട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ 12 ആണ് V വരിക.
പിന്നീട് നമുക്ക് ഈ ഇക്വേഷനിൽ കണ്ടെത്തേണ്ടത് ഐ ആണ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ആംസ്, നമുക്ക് ടോട്ടൽ എത്ര ആംപിയർ ആണ് അതിനകത്ത് വേണ്ടത്. അപ്പം ഈ ഒരു കാൽക്കുലേഷനിൽ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് P = V × I എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് ഐ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഐ കണ്ടെത്താൻ വേണ്ടി I = P/V എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അപ്പം കൃത്യമായിട്ട് നമുക്കതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ആണ് കണ്ടെത്തേണ്ടത്. എത്ര ആംപിയർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ആംസ് വേണമെന്നറിയണം. അപ്പോൾ അതിൽ 500, P എന്ന് പറഞ്ഞാൽ 500 ആണ്. 500/12 വോൾട്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടി. 41.66 ആംപിയർ ആണ് അതിൽ വേണ്ടത്. ഇനി ഇതിൽ ഇൻവെർട്ടർ കപ്പാസിറ്റി I × 3 × എഫിഷ്യൻസി. ഇപ്പോൾ ഈ 3 എന്താണെന്ന് പറയാം. 3 എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി എത്ര വേണോ അതിന് 3 ടൈംസ് അധികം എക്സ്ട്രാ നമ്മൾ എടുക്കണം. കാരണം ഓവർലോഡ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ആംസിൻ്റെ ഏതാണ്ട് 3 മടങ്ങ് അധികം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഓവർലോഡൊക്കെ അവോയ്ഡ് ചെയ്ത് കൃത്യമായിട്ടത് ആ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി നോർമലായിട്ട് പവർ ഫാക്ടറാണ്, ഇൻവെർട്ടറിൻ്റെ പവർ ഫാക്ടറാണ്. അപ്പോൾ ഏതൊരു ഇൻവെർട്ടർ ആണെങ്കിലും അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.8 ആണ്. 0.8 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 വാട്ട്സിൻ്റെ ഇൻവെർട്ടർ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള എനർജി വരിക ഏതാണ്ട് 800 വാട്ട്സ് ആണ്. അപ്പം അതാണ് 0.8 അതിൻ്റെ എഫിഷ്യൻസിയാണ്, ഇൻവെർട്ടറിൻ്റെ എഫിഷ്യൻസിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എഫിഷ്യൻസി നമുക്ക് കണ്ടെത്തണം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1/ പവർ ഫാക്ടർ. ഇപ്പോൾ ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.8, അതായത് നമുക്ക് അതിൻ്റെ 80% യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാണ് 1/ പവർ ഫാക്ടർ. ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.8 ആണ്. അപ്പം 1/0.8 എന്ന് പറഞ്ഞാൽ 1.25 ആണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് വേണ്ടുന്നതിനേക്കാളും നമുക്ക് എത്ര വാട്ട്സിൻ്റെ ഇൻവെർട്ടർ വേണോ അതിൻ്റെ 1.25 മടങ്ങ് നമുക്ക് എടുക്കണം. കാരണം നമുക്കതിൻ്റെ എഫിഷ്യൻസി, ഇപ്പം ഞാൻ പറഞ്ഞു 1000 വാട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 800 കിട്ടുള്ളൂ. അപ്പം നമുക്ക് 1000 വാട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ 1125 വാട്ട്സിൻ്റെ ഇൻവെർട്ടർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് 1000 വാട്ട്സ് കൃത്യമായിട്ട് ഔട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ പവർ ഫാക്ടർ എന്ന് പറയുന്നത്, പവർ ഫാക്ടറുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമ്മളിത് ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മളിത് കൊടുക്കുകയാണ്. ഇൻവെർട്ടർ കപ്പാസിറ്റി = I എന്ന് പറഞ്ഞാൽ 41.66 ആണ് ആംപിയർ ഇൻറ്റു 3 ആ ഫാക്ടറാണ്. പിന്നെ അതിനെ എഫിഷ്യൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 156.225, അതായത് 156 ആംപിയർ എന്ന് നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആംപിയറിലാണ്. അപ്പോൾ ഈ ആംപിയറിനെ നമുക്ക് വോൾട്ടിലേക്ക് മാറ്റണം, അതായത് വാട്ട്സ് അവറിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ഇൻവെർട്ടർ കപ്പാസിറ്റിയിൽ എത്ര VAയുടെ ഇൻവെർട്ടറാണ് വേണ്ടതെന്ന് നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വോൾട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ VA കിട്ടണമെങ്കിൽ ബാറ്ററി വോൾട്ട് ഇൻറ്റു ആംപിയർ. അപ്പം നമ്മൾ 12 വോൾട്ട് സിസ്റ്റമാണ്. അപ്പം അതുകൊണ്ട് തന്നെ 12 ഇൻറ്റു ആംപിയർ എന്ന് പറഞ്ഞാൽ ആംപിയർ നമുക്കിവിടെ കിട്ടി 156 ആംപിയറാണ്. അപ്പം ടോട്ടൽ ഈ 156നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1872 VA എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് അതായത് ഏതാണ്ടൊരു 1800 VA അല്ലെങ്കിൽ 1900 VAൻ്റെ അല്ലെങ്കിൽ 1.9 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ, അതായത് 500 വാട്ടിൻ്റെ ലോഡ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ 1.9 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഈ ഫാക്ടർ എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടിയത്. അതായത് ഇൻവെർട്ടറിൻ്റെ ലോസും എല്ലാം നോക്കിക്കഴിയുമ്പോഴും നമുക്ക് 1.9 ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടിത് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് സെയിം തന്നെ 24 വോൾട്ടിൻ്റെ ബാറ്ററി സിസ്റ്റത്തിൽ, അതായത് 2 ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റത്തിൽ നമുക്ക് അതിൻ്റെ ഇൻവെർട്ടർ കപ്പാസിറ്റി എത്ര വേണം നോക്കാം. സെയിം ഇക്വേഷനാണ്. P = V × I. അതിൽ P എന്ന് പറഞ്ഞ വാട്ട്സ് 500 ആണ് നമ്മുടെ ലോഡ്. V ബാറ്ററി വോൾട്ട് മാത്രമാണ് ഇവിടെ ചേഞ്ച് ആകുന്നത്, 24 ആണ്. I നമുക്ക് കണ്ടെത്തണം എത്ര ആംസ് വേണം എന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ I = P/V. അപ്പോൾ നമുക്ക് I = 500/24. അപ്പോൾ നമുക്ക് 20.83 ആംപിയർ കിട്ടി. ഇനി ഇൻവെർട്ടർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ I × 3 × എഫിഷ്യൻസി. 3 എന്താണെന്ന് പറഞ്ഞു. എഫിഷ്യൻസി സെയിം തന്നെ 3 എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറാണ്. അതുപോലെ പവർ ഫാക്ടർ
ഇൻവേർട്ടർ നോർമലി 0.8 ആണ്. അപ്പോൾ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പവർ ഫാക്ടർ, അപ്പം 1/0.8 എന്ന് പറഞ്ഞാൽ 1.25, അതൊക്കെ സെയിം തന്നെ. പിന്നെ ഇൻവേർട്ടർ കപ്പാസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടുത്തെ ആംപിയർ എന്ന് പറഞ്ഞാൽ I ഈസ് ഈക്വൽ ടു 20 ആണ്, 20.83 ആണ്, ഇൻറ്റു 3 ഇൻറ്റു 1.25. അപ്പോൾ നമുക്ക് 78.1125 ആംപിയർ കിട്ടും. കൃത്യമായി പറഞ്ഞാൽ 78 ആംപിയർ ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പം ഇൻവേർട്ടർ കപ്പാസിറ്റി ഇൻ VA, അതായത് നമ്മൾ ആംപിയറിനെ വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. എത്ര വാട്ട്സാണ്, എത്ര വാട്ട് അവറാണ് വേണ്ടതെന്നുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം ബാറ്ററി വോൾട്ട് ഇൻറ്റു ആംപിയർ ആണ്. അതായത് 24 ആണ് ബാറ്ററി വോൾട്ട് ഇവിടെ വരുന്നത്. ഇവിടെ 24 ആണ്, 24 വോൾട്ട് സിസ്റ്റമാണ്, ഇൻറ്റു 78. അപ്പം നമുക്ക് 1872 എന്ന് കിട്ടി. അപ്പം സെയിം ആണ് 1.9 കിലോ വാട്ട്. അപ്പോൾ ഇത് നമ്മൾ 24 വോൾട്ടിൻ്റെ സിസ്റ്റം ആണെങ്കിലും അതേപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ബാറ്ററി സിസ്റ്റം ആണെങ്കിലും ഇൻവേർട്ടർ കപ്പാസിറ്റി സെയിം ആണ് വേണ്ടത്. 1.9 കിലോ വാട്ടാണ് നമുക്ക് വേണ്ടത്. അടുത്ത കാൽക്കുലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ബാറ്ററി കപ്പാസിറ്റി. എത്ര AHൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഈ 1.9 കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടറിൽ വേണ്ടത് ഈ ഇത്രയും ലോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 12 വോൾട്ടിൻ്റെ C10 ബാറ്ററിയാണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ 24 വോൾട്ടിൻ്റെ ബാറ്ററി വെക്കുമ്പോൾ എന്താണ് മാറ്റം വരുന്നതും കൂടെ നോക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ബാറ്ററി AH എന്ന് പറഞ്ഞാൽ വാട്ട് ഇൻറ്റു അവേഴ്സ് ഡിവൈഡഡ് ബൈ വോൾട്ട്. അപ്പം അവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് 6 അവേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. P എന്ന് പറഞ്ഞാൽ സെയിം ആണ്, വാട്ടാണ് 500 വാട്ടാണ് നമ്മുടെ ലോഡ്. V എന്ന് പറഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ടാണ് ഈ ഒരു സിസ്റ്റം. അവേഴ്സ് എത്ര മണിക്കൂർ, നമുക്ക് 6 മണിക്കൂറാണ് പ്രവർത്തിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ലോഡ് എത്ര മണിക്കൂർ പ്രവർത്തിപ്പിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമുക്ക് ബാക്കപ്പ് കൃത്യമായിട്ട് കിട്ടുക. അപ്പം നമുക്കിവിടെ ലോഡ് എത്ര മണിക്കൂർ വേണം, ഈ 500 വാട്ട്സിൻ്റെ ലോഡ് 6 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ എത്ര AHൻ്റെ ബാറ്ററിയാണ് ഇവിടെ വേണ്ടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഇക്വേഷനിൽ നമ്മളത് അപ്ലൈ ചെയ്യുകയാണ്. ബാറ്ററി AH ഈക്വൽ ടു 500 വാട്ട്സ്, 500 ഇൻറ്റു അവേഴ്സ് 6 ആണ്, 6 ഡിവൈഡഡ് ബൈ 12 വോൾട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരമായിട്ട് 3000 ഡിവൈഡഡ് ബൈ 12, അപ്പോൾ നമുക്ക് 250 AH. അപ്പോൾ നമുക്ക് ഈ ഒരു 1.9 കിലോ വാട്ടിൻ്റെ ഒരു ഇൻവേർട്ടർ, അതായത് 500 വാട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മണിക്കൂർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 250 AHൻ്റെ ബാറ്ററിയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കൃത്യമായിട്ട് കിട്ടി 250 AH. അപ്പോൾ നമ്മുടെ ലോഡ് മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ലോഡ് എത്രയാണോ എന്ന് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലോഡിനനുസരിച്ചിട്ടുള്ള ഇനിയിപ്പോൾ 400 വോട്ടിൻ്റെ അല്ലെങ്കിൽ 400 വാട്ട്സിൻ്റെ ലോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പം ഈ 250 എന്നുള്ളത് ചിലപ്പം നമുക്ക് 200 വാട്ട് മതിയാവും. അപ്പം അത് 200 AH മതിയാവും. അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ലോഡ് അനുസരിച്ചിട്ടാണ് നമുക്കിതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം നിങ്ങളുടെ ലോഡ് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. 250 AHൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വിടുന്ന ആംപിയർ, അതായത് ഇത് MPPTൻ്റെ ആംപിയറാണ്. ഒരു MPPT 250 AHൻ്റെ ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് നമുക്ക് മനസ്സിലായി. ഈ 250 AHൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി എത്ര ആംപിയറിൻ്റെ കറണ്ടാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മുടെ MPPT സെലക്ട് ചെയ്യേണ്ടതാണ്. MPPT എത്ര ആംസാണ് നമുക്ക് ചാർജിങ് ആംസ് എത്രയാണ് വേണ്ടതെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ 12 വോൾട്ടിൻ്റെ സിസ്റ്റമാണ്. 12 വോൾട്ടിൻ്റെ 250 AHൻ്റെ C10 ബാറ്ററി മാക്സിമം ചാർജിങ് ആംസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ബാറ്ററി ചാർജിങ് ആംസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി AH ഡിവൈഡഡ് ബൈ സൺലൈറ്റ് അവേഴ്സ്. ഇപ്പോൾ നമ്മളിത് സോളാറാണ്. അപ്പം നമ്മുടെ ഒരു കേരളത്തിലെ കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് നമുക്ക് സൺലൈറ്റ് അവേഴ്സ് ഒരു 6 ഒക്കെയാണ് നമുക്ക് കിട്ടുക മാക്സിമം. അപ്പോൾ അതിൽ നമ്മൾ 6 കാണണ്ട, ഒരു 5 എന്ന് എടുത്താൽ മതി. നല്ല പീക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5 മണിക്കൂറാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 250 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ആംപിയർ നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്ക് ചാർജിങ് ആംപിയർ വേണ്ടത് 50 ആംപിയർ ആണ് വേണ്ടത്. അപ്പോൾ 50 ആംപിയർ ഒക്കെ കിട്ടുന്ന മിനിമം 50 ആംപിയർ ഒക്കെ കിട്ടുന്ന MPPT യൂസ് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് ചാർജിങ് നടക്കുകയുള്ളൂ. ഈ 50 ആംപിയർ കിട്ടാൻ വേണ്ടി അതിന് കണക്കായിട്ടുള്ള പാനലും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചാർജിങ് ആംപിയർ. ഇങ്ങനെയാണ് ചാർജിങ് ആംപിയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മാക്സിമം വർക്കിംഗ് അവേഴ്സ്. 500 വാട്ടിൻ്റെ ലോഡ് ഒരു 12
12 വാട്ടിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എത്ര ലോഡ്, എത്ര വർക്കിംഗ് അവേഴ്സ്, എത്ര മണിക്കൂർ നമുക്കത് പ്രവർത്തിപ്പിക്കാൻ, ആ ലോഡ് കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ബാറ്ററി ലോ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററിൻ്റെ ഫുള്ളും യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബാറ്ററീൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ അതിൻ്റെ ഒരു 90% ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ കട്ട് ഓഫ് വരുന്ന രീതിയിൽ. അപ്പം 0.9 ആണ് ആ ഒരു ഫാക്ടർ എടുക്കുക. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 10.8 വോൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോ കട്ട് ഓഫ് നമ്മൾ MPPTയിൽ സെറ്റ് ചെയ്യുക. ബാറ്ററി ലോ കട്ട് ഓഫ് സെറ്റ് ചെയ്യുന്നത് 1.8 വോൾട്ടാണ്. അതേപോലെ തന്നെ മാക്സിമം വർക്കിംഗ് അവേഴ്സ്. അപ്പം ഈ ലോ കട്ട് ഓഫിൽ ഇപ്പോൾ നമ്മൾ 10.8 വോൾട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം, അതായത് 12 വോൾട്ട് എന്നുള്ളത് 10.8 വോൾട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 14 സംതിങ് നിന്ന് 10.8ലേക്ക് കുറയുന്ന ആ ഒരു സമയം എത്ര മണിക്കൂർ നമുക്ക് ആ ലോഡ് പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മാക്സിമം വർക്കിംഗ് അവേഴ്സ് അറ്റ് ലോ കട്ട് ഓഫ് അവേഴ്സ് ഡിവൈഡഡ് ബൈ 1/0.9. ഈ 0.9 എന്ന് പറയുന്ന ഈ ഒരു ആ ഒരു പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അത് എങ്കിലാണ് നമുക്ക് ഈ ഒരു ഫാക്ടർ കണ്ടെത്താൻ പറ്റുക. അപ്പോൾ ഇത് നമ്മൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 6/1.11 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് നമുക്ക് 6 അവേഴ്സ് ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തെങ്കിലും നമുക്ക് റിസൾട്ടിൽ 6 അവേഴ്സ് കിട്ടില്ല. കാരണം നമ്മുടെ ഈ ബാറ്ററീൻ്റെ ഫുൾ പെർസെൻറ്റേജ് നമുക്ക് ഡ്രെയിൻ ആകുന്നവരെ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 90% ഒക്കെ ആകുമ്പോൾ നമ്മൾ കട്ട് ഓഫ് വെക്കും. അപ്പോൾ ആ കട്ട് ഓഫ് വോൾട്ടേജ് ഇതാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലോസല്ല, ബാക്കി അവിടെ ബാറ്ററിയിൽ ബാക്കപ്പായിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6 അവേഴ്സ് ഫുള്ളായിട്ട് കിട്ടില്ല, 5.4 അവേഴ്സ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 5 മണിക്കൂറും 24 മിനിറ്റുമാണ് നമുക്ക് ആ ഒരു ലോഡ് കൃത്യമായിട്ട് കിട്ടുക. 24 വോൾട്ട് സിസ്റ്റത്തിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 24 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എത്ര AHൻ്റെ ബാറ്ററി വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ബാറ്ററി AH എന്ന് പറഞ്ഞാൽ സെയിം ഇക്വേഷൻ തന്നെ W/H/V ആണ്. അതിൽ W എന്ന് പറഞ്ഞാൽ ലോഡാണ് 500 വാട്ട്, V എന്ന് പറഞ്ഞാൽ ബാറ്ററി വോൾട്ട് 24 ആണ്. എത്ര മണിക്കൂർ നമുക്ക് പ്രവർത്തിക്കണം, നമ്മൾ 6 അവേഴ്സാണ് ഉദാഹരണത്തിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 6 കിട്ടില്ലെന്ന് നമുക്ക് കഴിഞ്ഞ ഇക്വേഷനിൽ കിട്ടി. 5.4 അവേഴ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ബാറ്ററി AH എന്ന് പറഞ്ഞാൽ 500 × 6/24. അപ്പോൾ നമുക്ക് 3000/24 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് 125 AHൻ്റെ, അപ്പോൾ നമ്മൾ 24 വോൾട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ 12 വോൾട്ടിൻ്റെ 125 AH ഉള്ള 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ അതാണ് ബാറ്ററി കപ്പാസിറ്റി. 24 വോൾട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പം 125 AHൻ്റെ 2 ബാറ്ററിയാണ് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരിക. അടുത്തതായിട്ട് 24 വോൾട്ട് ബാറ്ററി, അതായത് 125 AHൻ്റെ 2 ബാറ്ററിയാണ്. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം ചാർജിങ് ആംപിയർ കൃത്യമായിട്ട് നോക്കാം. ചാർജിങ് ആംപിയർ എന്ന് പറഞ്ഞാൽ ബാറ്ററി AH ഡിവൈഡഡ് ബൈ സൺലൈറ്റ് അവേഴ്സ്, സെയിം ഇക്വേഷൻ ആണ്. അപ്പം ബാറ്ററി AH ഇവിടെ 125 AH ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 25 ആംപിയർ മാത്രം മതി ചാർജിങ് കപ്പാസിറ്റി. ഇപ്പോൾ ഇതിൽ 24 വോൾട്ട് ആകുമ്പോൾ 25 ആംപിയർ ആണ്. മറ്റേത് നമുക്ക് 50 ആംപിയറിൻ്റെ ഇതായിരുന്നു മാക്സിമം MPPT ചാർജിങ് വേണ്ടത്. 25 ആംപിയർ ആണ് ഇവിടെ നമുക്ക് ബാറ്ററി ചാർജിങ് ആംപിയർ വേണ്ടത്. മറ്റേത് കാരണം ഇവിടെ 125 AHൻ്റെ 2 ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെ ബാറ്ററി ചാർജിങ് ആംപിയർ എന്ന് പറഞ്ഞാൽ 24 വോൾട്ട് സിസ്റ്റത്തിൽ നമുക്ക് 25 ആംപിയറിൻ്റെയാണ് വേണ്ടത്. ഇനി നമുക്ക് മാക്സിമം വർക്കിംഗ് അവേഴ്സ് സെയിം നമ്മൾ 12 വോൾട്ട് സിസ്റ്റത്തിൽ നോക്കി അതേപോലെ തന്നെ 24 വോൾട്ട് സിസ്റ്റത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ 500 വാട്ട്സ് 24 വോൾട്ട് സിസ്റ്റത്തിൽ ബാറ്ററി ലോ കട്ട് ഓഫിൽ എത്ര അവേഴ്സ് നമുക്ക് കിട്ടും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബാറ്ററി ലോ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് 24 ആണ്. 24 × 0.9, നമ്മൾ മുൻ ഇക്വേഷനിൽ 12 ആയിരുന്നു, ഇവിടെ 24, കാരണം ബാറ്ററി 24 വോൾട്ട് സിസ്റ്റം ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ലോ കട്ട് ഓഫ് വെക്കുന്നത് MPPTയിൽ സെറ്റ് ചെയ്യുന്നത് 21.6 വോൾട്ടാണ്. അപ്പോൾ ആ ഒരു മാക്സിമം ലോ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 അവേഴ്സ് വേണമെങ്കിൽ 6/1.11,
അപ്പം നമുക്ക് ആ ലോസും കൂടെ പോയി, അതായത് ആ ഒരു 90% ഇവിടെ യൂസ് ചെയ്യുള്ളൂ, ബാക്കിയുള്ള ആ ഒരു ഫാക്ടറും കൂടെ എടുക്കുമ്പോൾ നമുക്ക് 6 hours പൂർണ്ണമായിട്ടും കിട്ടില്ല. 6 hours സിസ്റ്റം ഡിസൈൻ ചെയ്താൽ അതിൽ നമുക്ക് 5.4 hours നമുക്ക് യൂസബിൾ ആയിട്ട് പറ്റൂ. ആ 10% അവിടെ ഉണ്ടാവും, പക്ഷേ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ലോ കട്ട് ഓഫ് ആയിട്ട് നമുക്ക് അവിടെ വെക്കും. അപ്പം 5.4 hours, അതായത് സെയിം തന്നെയാണ്. 5 മണിക്കൂർ 24 മിനിറ്റാണ്. 12 വോൾട്ട് സിസ്റ്റം ആണെങ്കിലും 24 വോൾട്ട് സിസ്റ്റം ആണെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരിക. അടുത്തതായിട്ട് നമുക്ക് റിക്വയർഡ് മാക്സിമം നമ്പർ ഓഫ് PV മോഡ്യൂൾസ്. 250 AH 12 വോൾട്ട് സിസ്റ്റത്തിൽ 1.9 kW നമ്മുടെ ഇത് 1.9 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതാണ്. കാരണം നമ്മുടെ 500 വാട്ട് നമുക്ക് 6 മണിക്കൂർ പ്രവർത്തിക്കാൻ വേണ്ടുന്ന ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റിയാണ് 1.9 kW. വോൾട്ട്, ബാറ്ററി വോൾട്ട് 12 വോൾട്ട് സിസ്റ്റമാണ്. 24 നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ 12 വോൾട്ട് സിസ്റ്റത്തിൽ നമുക്ക് 250 AH ബാറ്ററി വേണമെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എത്ര PV മോഡ്യൂൾ, ഈ 250 AH ബാറ്ററി ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര PV മോഡ്യൂൾ വേണമെന്നാണ് നോക്കുന്നത്. അപ്പോൾ PV മോഡ്യൂൾ ടോട്ടൽ വാട്ട്സ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതിനിവിടെ ഒരു ചെറിയ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബാറ്ററി ചാർജിങ് വോൾട്ടേജ് ഇൻറ്റു ബാറ്ററി ചാർജിങ് ആംസ് പ്ലസ് ഹൗസ് ലോഡ് ആംസ്. ഇപ്പം നമുക്കിവിടെ ഹൗസ് ലോഡ് ആംസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഇത് രണ്ടും കൂട്ടിയതിന് ശേഷമാണ് നമുക്ക് അതുകൊണ്ടാണ് ഇത് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ബാറ്ററി ചാർജിങ് വോൾട്ടേജ് 14.2 വോൾട്ടാണ്. അത് 12 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യേണ്ട വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 14.2 വോൾട്ടാണ്. അതേപോലെ തന്നെ 250 AH ബാറ്ററി ആയിരുന്നു. അതിൻ്റെ ചാർജിങ് ആംസ് 50 ആംപിയർ ആണെന്ന് നമുക്ക് കിട്ടി. അത് ഫസ്റ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇനി ഹൗസ് ലോഡ് ആംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൗസ് ലോഡ് എന്ന് പറഞ്ഞാൽ 500 വാട്ടാണ്. നമ്മൾ 12 വോൾട്ട് സിസ്റ്റത്തിൽ വെക്കുമ്പോൾ അതിലെ ആംസ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വോൾട്ടിന് I = വാട്ട്സ് ഡിവൈഡഡ് ബൈ വോൾട്ട്. അപ്പോൾ നമുക്ക് 41.66 ആംസ് ഹൗസ് ലോഡ് ആംസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആ ഒരു ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യാണ്. PV module watts equal to battery charging voltage into battery charging amps plus house load amps. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ കൊടുക്കുകയാണ്. ഫസ്റ്റിൽ 50 + 41.66 ഇൻറ്റു 14.2. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും കൂട്ടിയതിന് ശേഷം 91.66 കിട്ടി. അതിന് നമ്മൾ 14.2 ബാറ്ററി ചാർജിങ് വോൾട്ടേജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് 1301.57, അതായത് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 1300 വാട്ടിൻ്റെ പാനലാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പം 1300 ഒറ്റ പാനലില്ല. അപ്പോൾ നമുക്ക് 1300 പാനൽ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സീരീസ് ആയിട്ടും അതുപോലെ പാരലലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്, എങ്ങനെ നമുക്കത് സെലക്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് 450 വാട്ടിൻ്റെ PV മോഡ്യൂൾ ആണെങ്കിൽ അതിൻ്റെ VOC നമ്മൾ നോക്കണം. VOC ഉദാഹരണത്തിന് ഒരു 49 VOC ഉള്ള 450 വാട്ടിൻ്റെ പാനലാണ്. 450 വാട്ടിന് അതായത് 1350 ആകാൻ വേണ്ടി 1350 ഡിവൈഡഡ് ബൈ 450 ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 1450 3 പാനൽ എടുക്കുകയാണെങ്കിൽ അതായത് 3 × 450, അപ്പോൾ നമുക്ക് 1350 കിട്ടി. ഇപ്പോൾ നമുക്ക് 1300 വേണ്ടത്. അപ്പോൾ 1300 കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് 1350 വാട്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഓക്കെയാണ്. കാരണം 450 വാട്ട്സിൻ്റെ 3 പാനൽ ഉപയോഗിച്ചാൽ നമുക്ക് ആവശ്യമായി വേണ്ടുന്ന വാട്ട്സ് നമുക്ക് കിട്ടി. ഇനി ഇതിന് പകരം നമ്മൾ 585 വാട്ടിൻ്റെ VOC അതിൻ്റെ 51.2 ആണ്. അപ്പം 585 വാട്ട്സിൻ്റെ 2 പാനൽ ഉപയോഗിച്ചാൽ നമുക്ക് 1170 വാട്ടേ ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പം 1300 വേണ്ടത്, 1170 ഇവിടെ കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, നമുക്കിവിടുത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈഫേഷ്യൽ പാനലുകൾ, ബൈഫേഷ്യൽ ഹാഫ് കട്ട് പാനലുകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബൈഫേഷ്യൽ ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ 585 വാട്ട്സ് എന്നുള്ളത് ആ ഒരു 10% അല്ലെങ്കിൽ 20%, 30% ഒക്കെ ബൈഫേഷ്യൽ ഫാക്ടറും കൂടെ വരുമ്പം ഏതാണ്ട് അത്രയും വാട്ട്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതാണ്ട് 585 വാട്ട്സ് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ബൈഫേഷ്യൽ ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 585 വാട്ട്സിൻ്റെ പാനലിൽ നിന്ന് നമുക്ക് ബൈഫേഷ്യൽ ഫാക്ടറും കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ
ഏതാണ്ട് ഒരു 650 വാട്ട്സൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ഈ 1300 വാട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പി വി മൊഡ്യൂൾ. അപ്പോൾ 450 വാട്ട്സിൻ്റെ ആണെങ്കിൽ 3 പാനൽ വേണം, 585 ആണെങ്കിൽ 2 പാനൽ കൊണ്ട് നമുക്കിത് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം ഒരു 24 വോൾട്ടിൻ്റെ സിസ്റ്റം ആണെങ്കിൽ 24 വോൾട്ട് സിസ്റ്റം ആകുമ്പോൾ അതായത് 125 AHൻ്റെ 2 ബാറ്ററി സീരിയലായിട്ട് കണക്ട് ചെയ്തുമ്പോൾ 24 വോൾട്ട് 1.9 കിലോ വാട്ട് സിസ്റ്റം, അതിന് എത്ര ചാർജ്, ആ ബാറ്ററി ചാർജ് ആകാൻ വേണ്ടിയിട്ട് എത്ര പി വി മൊഡ്യൂൾ വേണം മാക്സിമം എന്നുള്ളതാണ്. സെയിം ഇക്വേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ വ്യത്യാസം വരുന്നത് ബാറ്ററി ചാർജിങ് വോൾട്ടേജിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഒരു 12 വോൾട്ട് സിസ്റ്റം ആകുമ്പോൾ നമുക്കത് 14.2 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ 28.4 ആണ് ഇവിടെ വേണ്ടത്. അതേപോലെ 125 AHൻ്റെ ബാറ്ററിൻ്റെ ചാർജിങ് ആംസ് 25 ആംപിയർ ആണ്. അതേപോലെ ഹൗസ് ലോഡിൻ്റെ ആംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 500 ഡിവൈഡഡ് ബൈ ഇവിടെ 24 വോൾട്ട് സിസ്റ്റം ആകുമ്പോൾ 20.83 ആണ് വരിക. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ പി വി മൊഡ്യൂളിൻ്റെ ടോട്ടൽ വാട്ട്സ് എത്ര വേണമെന്നുള്ളത് ബാറ്ററി ചാർജിങ് വോൾട്ട് ഇൻറ്റു ബാറ്ററി ചാർജിങ് ആംസ് പ്ലസ് ഹൗസ് ലോഡ് ആംസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 28.4 ഇൻറ്റു 45.83 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പം ടോട്ടൽ 1301 വാട്ട്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ പി വി മൊഡ്യൂൾ 450 വാട്ട്സിൻ്റെ 3 നേരത്തെ നമ്മൾ 12 വോൾട്ടിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ 1350 വാട്ടിൻ്റെ പാനൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും. ഇനി 590 വാട്ട്സിൻ്റെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1180 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ബൈഫേഷ്യൽ ഹാഫ് കട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ 590 എന്നുള്ളത് ഏതാണ്ട് ഒരു 650 കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഇത് കൃത്യമായിട്ട് 1300 വാട്ട് നമുക്ക് ഔട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് വേണ്ടുന്ന ആ ഒരു ആംസും വി ഒ സിയും നോക്കിയിട്ടാണ് നമ്മൾ ഇത് സീരിയലായിട്ടാണോ അതോ പാരലലായിട്ടാണോ കണക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു MPPT ചാർജ് കൺട്രോളറിൻ്റെ കപ്പാസിറ്റി, അത് ആംപിയർ അല്ല, നമുക്കിവിടെ വോൾട്ടാണ്. 12 വോൾട്ട് സിസ്റ്റത്തിൽ എത്ര വി ഒ സി എത്രയാണ് വേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ MPPT വി ഒ സി നമ്മൾ നോക്കണം. MPPT വി ഒ സി എപ്പോഴും ടോട്ടൽ വി ഒ സിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ വി ഒ സി കിട്ടുകയെന്ന് വെച്ചാൽ എത്ര പാനൽ ആഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് വി ഒ സി ഇൻക്രീസ് ചെയ്യും. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പം വി ഒ സി ഇൻക്രീസ് ചെയ്യും. അതേസമയം പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആംസ് ആണ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അത് നോക്കിയിട്ട് ആംസും ഇതേപോലെ തന്നെ വി ഒ സിയും കൃത്യമായി നോക്കിയിട്ട് വേണം. അതെപ്പോഴും ടോട്ടൽ വി ഒ സിനേക്കാളും ടോട്ടൽ ആംസിനേക്കാളും കൂടുതൽ ആയിരിക്കണം MPPTൻ്റെ ആംസ്. അപ്പോൾ അത് മാത്രം ആണ് നോക്കാനുള്ളത്. ഇപ്പം ഉദാഹരണത്തിന് 450 വാട്ട്സിൻ്റെതാണെങ്കിൽ 349 അപ്രോക്സിമേറ്റ്ലി 49 ആണ്. ഇതൊരു പാനൽ മാറുന്നതനുസരിച്ച് വി ഒ സി ഒക്കെ ചിലപ്പം ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ വി ഒ സി അതിൻ്റെ ഡാറ്റ ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയും. അപ്പോൾ ആ വി ഒ സി ഇൻറ്റു 3 പാനലാണെങ്കിൽ ടോട്ടൽ വി ഒ സി നമുക്ക് ടോട്ടൽ 1350 വാട്ട്സ് കിട്ടി. അപ്പോൾ അതിൻ്റെ വി ഒ സി എത്ര വരുന്നുണ്ട് എന്നുള്ളത് നോക്കണം. അപ്പോൾ ആ വി ഒ സി ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 450 വാട്ട്സിൻ്റെ പി വി മൊഡ്യൂൾ 3 എണ്ണാകുമ്പോൾ 49 × 3 147. അതേപോലെ തന്നെ അത് നമുക്ക് ഈ 585 വാട്ട്സിൻ്റെ ആണെങ്കിൽ 102 അതിൻ്റെ വി ഒ സി, ഇതിൻ്റെ മാക്സിമം വി ഒ സി വരുന്നത്. അപ്പോൾ ഇതിനെ 102-നേക്കാളും കൂടുതലും അല്ലെങ്കിൽ 147-നേക്കാളും കൂടുതലുള്ള MPPT ആയിരിക്കണം നമ്മളവിടെ വെക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ നമ്മൾ ഏത് MPPT സെലക്ട് ചെയ്യണമെന്നുള്ളത് ഈ ഒരു കാൽക്കുലേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ MPPTൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്നതാണ്. നമുക്കൊരു പാനലിൻ്റെ ഡാറ്റ ഷീറ്റ് ഇവിടെ കൃത്യമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 24 വോൾട്ടിൻ്റെ ടോപ്കോൺ ടെക്നോളജിയുള്ള ലൂം സോളാറിൻ്റെ പാനലാണ്. അതിൻ്റെ വി ഒ സി എത്രയാണെന്ന്, മാക്സിമം പവർ എത്രയാണ്, വി ഒ സി എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വി ഒ സി നോക്കിയിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് വി ഒ സി നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ആ വി ഒ സി എത്രയാണ് നോക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ 3 പാനൽ വരുമ്പോൾ ആ വി ഒ സി ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ വി ഒ സി ഇവിടെ ഉണ്ട്, അതേപോലെ അതിൻ്റെ ആംപിയറും ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതാണ് വ്യത്യാസം വരുന്നത്. ഇതൊരു 180 വാട്ട്സിൻ്റെ പാനലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചതേ ഉള്ളൂ. ഇതൊരു ആശ പവറിൻ്റെ 50 ആംസിൻ്റെ മാക്സിമം 50 ആംപിയറിൻ്റെ 24 വോൾട്ടിലും അതുപോലെ 12 വോൾട്ടിലും വർക്ക് ചെയ്യുന്ന ഒരു MPPT ആണ്.
അപ്പോൾ അതിൻ്റെ മാക്സിമം ആംപിയർ 50 ആംപിയർ ആണ്. കാരണം നമ്മുടെ കാൽക്കുലേഷനിൽ കിട്ടിയത് 50 ആംപിയർ ആണ് കിട്ടിയത്. മാക്സിമം VOC ഇതിൽ 165 ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം VOC കിട്ടിയത് 140 സംതിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ 165 VOC വരുന്നത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ മാക്സിമം വാട്ട്സ് 1600 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കത് 1300 ആണ്. അപ്പം ഇത് നമുക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഈ ഒരു സ്പെക്കുള്ള ആശാ പവറിൻ്റെ ഈ ഒരു MPPT നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ 1350 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 1300 വാട്ടിൻ്റെ PV മൊഡ്യൂളാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ഈ രീതിയിൽ കണക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ VOC നമുക്ക് കിട്ടി. VOC 147 ആണ്. VOC ഇൻക്രീസ് ചെയ്യുകയാണ്. ഇതേ സമയം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ VOC ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം ആംപിയർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പാരലലായിട്ടാണെങ്കിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ നമുക്കത് വേണ്ട അനുസരിച്ചിട്ട് ഏതാണോ കൂട്ടേണ്ടത് അതനുസരിച്ച് നമുക്ക് സിസ്റ്റം സീരീസ് ആയിട്ടും പാരലലായിട്ടും ഡിസൈൻ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വേണ്ടുന്ന MPPTൻ്റെ ഏകദേശം ഒരു സ്പെക്ക് കിട്ടിയിട്ടുണ്ട്. മാക്സിമം VOC 165 ഉള്ള 50 ആംപിയറിൻ്റെ മാക്സിമം വാട്ട്സ് 1600 വരുന്ന MPPT നമുക്കിവിടെ യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ഇവിടുത്തെ വാട്ട്സ് 1300 ആണ്. അപ്പം ഇതെപ്പോഴും ഈ വാട്ട്സിനേക്കാളും കുറവായിരിക്കണം. അതേപോലെ VOC 147 ആണ്. ഇവിടെ 165 ആണ്. അപ്പോൾ 165നേക്കാളും കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു MPPT ഇത് 12 വോൾട്ടിലും അതുപോലെ 12 വോൾട്ടിലും വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബാറ്ററി നമുക്ക് 250 AHൻ്റെ ബാറ്ററിയാണ് നമുക്ക് 12 വോൾട്ട് സിസ്റ്റത്തിൽ വേണ്ടി വരുന്നത്. 24 വോൾട്ട് ആണെങ്കിൽ 2 ബാറ്ററിയാണ് അവിടെ വേണ്ടി വരിക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ 1.9 കിലോ വാട്ടിൻ്റെ ഒരു സിസ്റ്റമാണ് ഇവിടെ വേണ്ടത്. ഔട്ട്പുട്ട് ലോഡ് നമ്മൾ പറഞ്ഞു 500 വാട്ടിൻ്റെ ഹൗസ് ലോഡാണ്. അത് നമുക്ക് ഏതാണ്ട് 5.4 മണിക്കൂർ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ നമ്മൾ ഉദാഹരണമായിട്ട് ഒരു 10 വാട്ടിൻ്റെ 10 ബൾബും അതേപോലെ 100 വാട്ടിൻ്റെ 4 ഫാനും നമുക്ക് 5.5 മണിക്കൂർ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി കഴിയും. സോളാർ പാനലുകൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സീരീസ് ആയിട്ടും അതേപോലെ തന്നെ പാരലലായിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണോ അപ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് VOC ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ടോട്ടൽ എത്ര പാനലുണ്ടോ ഇതിവിടെ ഉള്ള ടോട്ടൽ പാനലിൻ്റെ VOC ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതേസമയം ആംപിയർ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം VOC കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംപിയർ ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ കൂടുതൽ വേണ്ടത്, ആംപിയർ കൂട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ VOC കൂട്ടിയെടുക്കണമെങ്കിൽ ആ രീതിയിലും നമുക്ക് അതിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള അനുസരിച്ച് ഈ സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസൈൻ, അതിൻ്റെ കാൽക്കുലേഷനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എത്ര വാട്ട്സ് എത്ര മണിക്കൂർ പ്രവർത്തിക്കണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമുക്ക് അതിനുശേഷം ഈ പറയുന്ന കാൽക്കുലേഷനിലുള്ള കൃത്യമായിട്ട് നമുക്ക് എത്ര കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടർ വേണം, എത്ര AHൻ്റെ ബാറ്ററി അവിടെ പ്രവർത്തിക്കണം, അതേപോലെ തന്നെ നമുക്ക് അവിടുത്തെ ചാർജ് കൺട്രോളറും PV മൊഡ്യൂളും ഏതൊക്കെ വേണം കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം പൂർണ്ണമായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റുകളുടെ രൂപത്തിൽ അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ അതിന് മറുപടി തരും. ഇനി എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പം കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.